ദുബായ്, ജിദ്ദ, റിയാദ് തുടങ്ങി ഗൾഫ് മേഖലയിലെ പ്രധാന നഗരങ്ങളിൽ ഉൽപ്പന്നങ്ങൾ എത്തിച്ച് ഇവിടെ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാനാണ് പല കമ്പനികളും ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയും UAEയും തമ്മിൽ സിപ്പ കരാറുണ്ട്, സമഗ്ര സാമ്പത്തിക സഹകരണ കരാർ. ഇതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുമ്പോൾ ഏതാണ്ട് 90% ഉൽപ്പന്നങ്ങൾക്കും നികുതി ആവശ്യമില്ല. മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോൾ 10% മാത്രമാണ് അവർ ഇപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി ഏർപ്പെടുത്തുന്നത്, ഇറക്കുമതി ചുങ്കം ചുമത്തുന്നത്. അതുകൊണ്ട് തന്നെ 50% നികുതിയെ ഇതുപോലെ അതിജീവിക്കാൻ കഴിയുമെന്നാണ് കമ്പനികളുടെ കണക്കുകൂട്ടൽ. മറ്റൊന്ന്, നിരവധി കമ്പനികൾക്ക്, ജ്വല്ലറികൾക്കാണെങ്കിലും വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾക്കാണെങ്കിലും വസ്ത്രവ്യാപാര ബ്രാൻഡുകൾക്കാണെങ്കിലും അതോടൊപ്പം തന്നെ പെർഫ്യൂം കമ്പനികൾക്കാണെങ്കിലും ഒക്കെ ഗൾഫിൽ ഓഫീസുകളുണ്ട്. അപ്പോൾ അവരുടെ കോർപ്പറേറ്റ് ഓഫീസോ അല്ലെങ്കിൽ ഗൾഫിൽ മറ്റ് ഓഫീസുകളോ വിതരണ ശൃംഖലകളോ ഒക്കെ ഉള്ളപ്പോൾ ഇവിടെ ഉൽപ്പന്നങ്ങൾ എത്തിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ, അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ്. എക്സ്പോർട്ടിംഗ് ആയിരിക്കും ഈ ഉൽപ്പന്നങ്ങൾ നടത്തുക. എക്സ്പോർട്ടിംഗ് ആയതുകൊണ്ട് തന്നെ ചെലവ് കുറവായിരിക്കും. മറ്റൊന്ന്, ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ നിന്നും റീപാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ചെലവായിരിക്കും ഇക്കാര്യത്തിൽ വരിക. അതൊരിക്കലും ഈ പറയുന്നത് പോലുള്ള 50% നികുതിയുടെ അടുത്ത് പോലും എത്തില്ല. അപ്പോൾ നിലവിലെ പ്രതിസന്ധി ഇത്തരത്തിൽ അതിജീവിക്കാനാണ് പല കമ്പനികളും ശ്രമിക്കുന്നത്. ഏതായാലും ട്രംപ് ഈ മാസം അവസാനത്തോടു കൂടിയായിരിക്കും ഇത് നടപ്പാക്കുക എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനനുസരിച്ചുള്ള ഒരു തീരുമാനമായിരിക്കും ഇന്ത്യൻ കമ്പനികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുക. ഗൾഫ് ഏതായാലും ഒരു നല്ലൊരു മേഖലയായി ഇക്കാര്യത്തിൽ പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.